അത് റിവീൽ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്കിലും നമ്മൾ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നതിന്റെ കൂട്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ കാണുമല്ലോ അത് റിവീൽ ചെയ്യാനും. ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പില്ലേ, ആ ഒരു കാത്തിരിപ്പിന്റെ സ്റ്റേജിലാണ് ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ചാനൽ ഇവിടെ നാട്ടിലില്ല. ഈ ഫ്ലാറ്റ് മേടിക്കാൻ പോയ സമയത്ത് പക്ഷെ എൻ്റെ നിർബന്ധപ്രകാരം ഇത് കംപ്ലീറ്റ്ലി, പക്ഷെ ഏതായാലും ഞാനിങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ലിവിങ് റൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു പോർഷനാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലാറ്റ് പണിയുടെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്. പണി എന്തായി കാര്യം അത് റിവീൽ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഏത് സ്റ്റേജായി, ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ഫ്ലാറ്റോ കാര്യങ്ങളോ അങ്ങനെ ആഷ്വൽ സംഭവങ്ങളൊന്നുമില്ല. വളരെ ചെറിയൊരു നോർമൽ ഫ്ലാറ്റാണ്. എങ്കിലും നമ്മൾ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നതിന്റെ കൂട്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ കാണുമല്ലോ അത് റിവീൽ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ പണി എന്തായെന്നൊക്കെ പറയാനൊക്കെ ആയിട്ട്. അങ്ങനെ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ശരിക്കും ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ താഴെ നമ്മുടെ ഫ്ലാറ്റിൽ പണി നടക്കുന്നിടത്ത് വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ഇപ്പോൾ ഓൾറെഡി കാർപ്പൻറ്റേഴ്സിന്റെ ആൾക്കാരും കുറച്ച് ടൈല് പണിക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ശബ്ദവും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരെ ടെറസിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടു, കിച്ചൺ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. ഇങ്ങനെ പാല് കാച്ചാൻ എപ്പോൾ പറ്റും എന്നുള്ളൊരു ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പില്ലേ, ആ ഒരു കാത്തിരിപ്പിന്റെ സ്റ്റേജിലാണ് ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ചാനൽ ഇവിടെ നാട്ടിലില്ല, ആൾ ഓഫീസിന്റെ ആവശ്യമായിട്ട് പുറത്ത് പോയിക്കണം. അപ്പം ഞാനാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ ആയിട്ട് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞത്, എടി നീ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും കാണാമല്ലോ വീഡിയോ കോളിൽ. അപ്പം നിങ്ങൾ എനിക്ക് എന്താ വീഡിയോ കോളിൽ കാണിച്ചിരുന്നത്, വീഡിയോ കോളിൽ കാണിക്കും ഈ പറഞ്ഞ ആളെപ്പോഴും ഓഫീസിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ആൾക്ക് പകലെടുക്കാൻ പറ്റില്ല. പിന്നെ രാത്രിത്തേക്ക് നമുക്ക് ലൈറ്റിന്റെ കണക്ഷൻ ആയിട്ടില്ല. അപ്പോൾ രാത്രി ഇരുട്ടായിരിക്കും. അപ്പോൾ രാത്രി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശരിയാണ് എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന് കരുതിയേ. അപ്പോൾ നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ഫുള്ളായിട്ടൊന്നും ഞാൻ റിവീൽ ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തൊട്ട് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാര്യം ഫുള്ളായിട്ട് റിവീൽ ചെയ്യാനായിട്ട് നമുക്ക് പാലുകാച്ചിൻ്റെ ദിവസം വരെ അല്ലേ, അന്ന് വേണമല്ലോ ഇതൊക്കെ പറയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് പറയാൻ നമുക്ക് വിശേഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് തൽക്കാലം പോയി പണികളൊക്കെ എന്താ എന്തൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ വരും എന്നുള്ള ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ തരാം. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും കയറി വരുമ്പോൾ ഉള്ള ലിവിങ് റൂമും പ്രെയർ യൂണിറ്റും TV യൂണിറ്റൊക്കെ കണ്ടില്ലേ, അത് വ്യക്തമായിട്ട് എനിക്ക് ഫുള്ളി ഇങ്ങനെ പറഞ്ഞു തരാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് പണി നടക്കുന്ന സമയത്ത് കാണാം. പ്രെയർ യൂണിറ്റ് അത് ഈശോയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനം കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെയൊക്കെ പ്രെയർ യൂണിറ്റ് പണി കഴിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 3D ചെയ്ത സമയത്തും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു നമ്മുടെ പ്രെയർ യൂണിറ്റ് കേട്ടോ. അപ്പോൾ പ്രെയർ യൂണിറ്റ് അവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ലിവിങ് റൂമിലെ സോഫയുടെ സെക്ഷനിൽ വരുന്ന സമയത്തും അവിടെയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആദ്യം നമ്മളൊരു പെയിൻറ്റിങ് വർക്കൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ഇപ്പോൾ ഒരു കീ ഹോൾഡറിൻ്റെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. TV യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്ത സാധനമാണ് ഈ ഡൈനിങ് ടേബിളും നമ്മുടെ ആ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മേടിച്ചിട്ട് കുറച്ച് മാസങ്ങളായി. ഇപ്പം ഞങ്ങൾ അതിൻ്റെ കളർ ഏതാണെന്ന് വരെ മറന്നുപോയി. ഇനി വേണം അതൊക്കെ ഒന്ന് ആദ്യമായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് തുറന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കിച്ചൺ വർക്ക് കണ്ടു. കിച്ചണിലും കബോർഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചണും എനിക്കൊരു ഓപ്പൺ കിച്ചൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ ഫ്ലാറ്റ് മേടിക്കാൻ പോയ സമയത്ത് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, പക്ഷെ അവിടെയൊന്നും നമുക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണായിരുന്നു മിക്ക ഫ്ലാറ്റുകളൊന്നുമില്ല. ഓപ്പൺ കിച്ചൺ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ആ ഫ്ലാറ്റുകളിലൊക്കെ നമുക്കതിന് ഒന്നും കൂടെ പൊളിച്ചു പണിത് ഒരു ഓപ്പൺ കിച്ചൺ ആക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ മാത്രമാണ് നമുക്ക് കണ്ടപ്പോൾ അതിനുള്ളൊരു സാധ്യത കിട്ടിയത്. ബെഡ്റൂമിനെക്കാട്ടിലും ലിവിങ് റൂമിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും ആഗ്രഹം കിച്ചൺ കാണാനാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു കിച്ചൺ, ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറ്. ആഗ്രഹിച്ച പോലത്തെ കിച്ചൺ, ആ ഒരു കളർ കോമ്പിനേഷൻ, അങ്ങനെ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഫുൾ ഇമേജ് ഉണ്ട്. ചെയ്തു വരുമ്പോൾ മനസ്സിലുള്ള ഇമേജ് പോലെ ആയാൽ മതിയായിരുന്നു.
അപ്പോൾ കബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങി. ഇനി നാളെ നമ്മുടെ ഗ്യാസ് ഹോബ് വെക്കും, ചിമ്മിനി വെക്കും, അങ്ങനെയുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂം സെക്ഷനിലേക്ക് പോകുമ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലും ഈ പറഞ്ഞ ആ ഒരു വാള് കംപ്ലീറ്റ്ലി നമ്മുടെ വാർഡ്രോബ്സ് ആണ് വരുന്നത്. അതിൻ്റെയും പണി നടക്കുകയാണ്. ആ വാർഡ്രോബ് കാണാനും എനിക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുമായിട്ട് ഏകദേശം മാച്ചിങ് ആവുന്ന മെറ്റീരിയൽസാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റ് ബെഡ്റൂമിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അധികം യൂസ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പ്യുവർലി ഗസ്റ്റ് വരുമ്പം അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റൂം മെയിൻലി ഉദ്ദേശിക്കുന്നത്. അവിടെ കിടക്കുന്നത് വളരെ കുറവായിരിക്കും. എന്നാലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ഗസ്റ്റ് ബെഡ്റൂമും നല്ല രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കിഡ്സ് റൂമിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ കിഡ്സ് റൂം ഒന്നും ചെയ്യുന്നില്ല. ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മുടെ ഇഷ്ടം എന്താണ്, ആ സമയത്ത് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതനുസരിച്ച് അവിടെ ഇൻറ്റീരിയർ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അവിടുത്തെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വാളിൽ അവിടെ മറ്റേ കോട്ടും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. പ്ലെയിൻ ആയിട്ട് വെറുതെ അങ്ങ് വിട്ടേക്കുവാണ്. അതാണ് നമ്മുടെ കിഡ്സ് റൂമിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതുപോലെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പുറംഭാഗത്ത് പുറംഭാഗം എന്ന് പറയുമ്പോൾ മുൻവശത്ത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ഫോയറും ഒരു ചെറിയൊരു ടേബിളും നമുക്ക് നോക്കാനായിട്ടുള്ളൊരു മിററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് ഓരോന്നിങ്ങനെ ഓടി നടന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാലുകാച്ചിൻ്റെ ആ ഒരു സാധനം കാണുമ്പോൾ ഒരു ത്രില്ലുണ്ടാവില്ല. പിന്നെ ഇനിയുള്ളൊരു മെയിൻ സാധനം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബാൽക്കണിയാണ്. ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ബാൽക്കണി ആയിരുന്നു. പക്ഷേ എൻ്റെ നിർബന്ധപ്രകാരം ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ബാൽക്കണി ആക്കി. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ പ്ലാന്റ്സ് വെക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിലായിരിക്കും നമ്മുടെ കോമൺ വാഷ് ബേസിൻ വരുന്നത്. അപ്പോൾ കോമൺ വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സീറ്റിംഗും ആയിരിക്കും വരുന്നത് കേട്ടോ. ഈ സ്ഥലവും എനിക്ക് പണി കഴിഞ്ഞ് വരുമ്പം എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചെടി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, നമ്മൾ ചെടി മേടിക്കാൻ പോയ വീഡിയോ കണ്ടില്ലേ, അതിൽ പറഞ്ഞ പോലെ ഇവിടെയും ഫുള്ളും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പം ചിലപ്പം വേറെ എൻ്റെ മനസ്സിൽ മറ്റേ നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന ഇമേജ് ഇല്ലേ, അതുപോലത്തെ ഒരു ഇമേജാണ് മനസ്സിലിരിക്കുന്നത്. ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുത്തത് അത് തന്നെയാണ്. ഇനി ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മീഷോയിൽ കിട്ടുന്നത് ആമസോണിൽ കിട്ടുന്ന പോലത്തെ കമ്പാരിസൺ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഞാനിങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല, എന്നാൽ ഭയങ്കര ലോ ആയിരിക്കും വിചാരിക്കുന്നില്ല. ഇതിന് രണ്ടിൻ്റെയും മീഡിയത്തിലുള്ളൊരു സാധനമായിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെ എനിക്ക് ഈ ഫ്ലാറ്റിൽ ഏറ്റവും ഇഷ്ടം എല്ലാ സ്ഥലത്തു നിന്ന് കാറ്റുണ്ട്. നമ്മളിപ്പോൾ കിച്ചൻ്റെ ഒരു ഡോറിൽ നിന്ന് ഒരു കാറ്റ് വരുന്നുണ്ട്, ബെഡ്റൂമിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട്, മെയിൻ ഡോറിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ നിന്ന് കാറ്റ് കുറച്ച് കുറവാണ്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് കംപ്ലീറ്റ്ലി ബിൽഡിംഗ് ആണ്, എല്ലാം ഫ്ലാറ്റുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിൽഡിംഗ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ മെയിൻ ബാൽക്കണിയിൽ നമുക്ക് കുറച്ച് കാറ്റ് വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനും നമുക്ക് നല്ല കാറ്റ് കിട്ടും. അതുപോലെ എനിക്ക് നല്ല വെളിച്ചം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കിച്ചൺ ആയാലും ശരി, നമുക്ക് ലൈറ്റ് ഇടാതെ വേണമെങ്കിൽ സുഖമായിട്ട് നിന്ന് കുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കൂരിരുട്ടാണ്, ഒരു വെളിച്ചം ഒരിടത്തുനിന്ന് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ കിച്ചണിലായാലും നമ്മൾ 2 ജനാലയുണ്ട്, അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. കാറ്റും വെളിച്ചം എനിക്ക് മെയിൻ ആയിട്ടുള്ള റൈറ്റ് ആയിരുന്നു. നോക്കാൻ പോയ മിക്ക ഫ്ലാറ്റുകളിലും വേണ്ടാന്ന് വെക്കാനുള്ളൊരു കാരണം എനിക്ക് കാറ്റും വെളിച്ചവും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് എന്താണെന്നറിയില്ല, ദൈവം കരുതി വെച്ചതുപോലെ ഞാൻ മേടിക്കാൻ പോകുന്ന ഫ്ലാറ്റിൽ എനിക്ക് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ ആ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇല്ലാത്തൊരൊറ്റ കാര്യമുള്ളൂ, മെയിൻ ബാൽക്കണി നല്ല വ്യൂ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു വ്യൂ ഇല്ല. പക്ഷെ അതിന് പകരം ദൈവം എനിക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ബേ വിൻഡോ തന്നിട്ടുണ്ട്. ആ ബേ വിൻഡോ നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ എനിക്കത് കോമ്പൻസേറ്റ് ആയി. ബാക്കിയെല്ലാം ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് വീട് മേടിക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് കയറി വരുമ്പം എനിക്ക് ഡൈനിങ് ഏരിയ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്ട്രെയിറ്റ് ലുക്ക് വരരുത്, അല്ലെങ്കിൽ അങ്ങനെ വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി നോക്കി മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ റൂം തുറക്കുമ്പം കറക്റ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിക്കായിരുന്നു ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ മെയിൻ ഡോറ് തുറന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി ഒന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്, ഓപ്പൺ കിച്ചൺ കിട്ടി, നല്ല കാറ്റുണ്ട്, വെളിച്ചമുണ്ട്, ബേവിൻ്റെയുടെ ആ ലുക്കുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കുട്ടി ആഗ്രഹങ്ങളെല്ലാം ഒത്തുചേർന്ന് വന്നൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ പാലുകാച്ചിൻ്റെ ഡേറ്റ് നോക്കിയിട്ട്. ഓക്കെ, അപ്പം ഇനി എന്തായാലും ഞാൻ ഇനി ബാക്കി വിശേഷങ്ങൾ പറയുന്നത് നമ്മുടെ പാലുകാച്ചിൻ്റെ വീഡിയോയിലും ഹോം ടൂർ എന്നുള്ളൊരു കണ്ടന്റ് എത്രയും നാളത്തെ എൻ്റെ കാത്തിരിപ്പാണ് ഒരു ഹോം ടൂർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.